എന്നാലും ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? എനിക്കൊന്നും അങ്ങോട്ട് ഓർക്കാനാവണില്ലല്ലോ. എന്റെ പൊന്നു സായേ, എടി നീ ഇപ്പൊ എന്താ ചെയ്തേ? ഓ മൈ ഗോഡ്, കാലും കൈയൊന്നും വിറച്ചിട്ട് നടക്കാനാണല്ലോ ദൈവമേ. ഓഹ്, എനിക്ക് എവിടെ നിന്നാണാവോ ഇത്രയും ധൈര്യം? ഇനി എങ്ങനെ ഞാൻ അങ്ങേരുടെ മുഖത്ത് നോക്കും? ഓഹ്, എനിക്ക് എന്തൊക്കെയാവുന്നേ. ഓ, നീ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി കളിക്കാതെ പെട്ടെന്ന് പോയി വണ്ടിയിലേക്ക് കയറി വെച്ചേ. പോണ്ടേ, സമയം പോകുക. ഇതിപ്പോ അമ്പലടച്ച് പോയാൽ നമ്മൾ എത്തും തോന്നില്ലല്ലോ. എവിടെയവൻ? കുളിക്കാൻ വേണ്ടി വിട്ടതാ, ഇത്ര നേരമായിട്ട് അത് പറഞ്ഞു വന്നിട്ടില്ല. പെട്ടെന്ന് പോയി കയറിട്ടോ, ഞാൻ വരുവാ അവനെ കൂട്ടി. ആ അമ്മേ, ഞാൻ ബൈക്ക് എടുത്തിട്ട് വരാന്നേ, നിങ്ങൾ ഇറങ്ങിക്കോ. ഇത് പൊന്നെ ഇപ്പൊ ചത്തനെ. എന്നതാടാ നീ ഇതിൻ്റെ ഉള്ളിൽ എടുക്കുന്നേ? നീ എന്നാത്തിനാണ് അതിന് ഇത്രയും പേടിക്കുന്നേ? ഇത് ഞാനല്ലേ. പിന്നെ നീ എപ്പോഴാ വന്നേ? നീ വന്നോന്ന് ഞാൻ കണ്ടില്ലല്ലോ. ഞങ്ങളെ ഒന്ന് അമ്പലത്തിൽ വരെ പോവാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. നിന്റെ അമ്മ എന്നോട് പറഞ്ഞു നീ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടോ, ഞങ്ങളിതാ ഇപ്പം എത്തൂന്ന്. ഇവിടെ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് തന്നെ 1.5 മണിക്കൂറിന് മേലെയായി. മനോഹരി മോൾ ഇതുവരെ സുന്ദരിയായി കഴിഞ്ഞില്ലേ? നീ അതിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ, സമയം പോന്ന്. അല്ല, നീ മാത്രമേ ഉള്ളോ ഇവിടെ? മറ്റും പോയോ? ഏത്? നിന്റെ അമ്മേന്റെ മറ്റേ പെറ്റിനെ കുറിച്ചാണോ നീ ചോദിക്കുന്നത്? ഏയ്, നിന്റെ അമ്മ ഇവിടെ ഉണ്ടോ അവിടെ എങ്ങാനും അവനും കാണും. നേരത്തെ അതിലൂടെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അപ്പ ഇവിടെ എവിടെയൊക്കെ ഉണ്ട്, പോയിട്ടൊന്നുമില്ല. എന്തേ? അല്ല, നീ വരുന്നുണ്ടോ? എന്നാ നീ ഒരു കാര്യം ചെയ്, അവനോടെ ഈ ഏതെങ്കിലും ഒരു ബൈക്ക് അങ്ങ് എടുക്കാൻ പറ. എനിക്കിനി ബൈക്ക് എടുക്കാനൊന്നും വയ്യ, ഒരു സുഖം തോന്നുന്നില്ല വണ്ടി ഓടിക്കാൻ. ആര്? ഞാൻ പറയാം, നീ നോക്കിയിരുന്നു. വേണമെങ്കിലേ നീ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. ഓ, ഇവനെയും കൊണ്ട്. മോളെ, ആ കഥവ് കൂട്ടിയിട്ട് ഇങ്ങോട്ട് വാ. ഈശനെ ബൈക്ക് എടുക്കുന്നുണ്ട്, വേണേ നീ അതിൽ പൊയ്ക്കോ. അല്ലേ വാനെ, നീയാണോ ബൈക്ക് എടുക്കുന്നേ? ഈശനായിട്ടനാണെന്നാണല്ലോ പറഞ്ഞത്. അല്ലേ തന്നെ എങ്ങനെ അങ്ങേരുടെ മുന്നിലോടൊന്ന് പോയി നിൽക്കുക? ഓ, അങ്ങേര് നോക്കുമ്പോൾ തന്നെ അങ്ങ് ഇല്ലാണ്ടായിപ്പോ. വേണ്ട വേണ്ട, ഇവൻ്റെ കൂടെ തന്നെ അങ്ങ് പോവാം. അങ്ങേരുടെ മുന്നിലേ പോയി പെടണ്ട. എനിക്ക് എന്നോട്ടം വഹിക്കാനുള്ള ശേഷിയില്ല. എപ്പോഴും ഒരു പ്രത്യേക നിമിഷത്തിൽ അങ്ങനെയൊക്കെ ചെയ്തു പോയെങ്കിലും ഇനി എങ്ങനെ ഞാൻ ആ മോന്തയ്ക്കോട്ട് നോക്കൂ? നീ എന്താ ഈ ആലോചിച്ചു കൂട്ടുന്നേ? ഞാനാ ബൈക്ക് എടുക്കുന്നേ. എന്താ, നീ വരുന്നുണ്ടോ? എന്നാ കയറ്, നമുക്ക് പോയേക്കാം. അമ്മായി, ഇഷേട്ടാ. എത്ര നാളായി നിങ്ങളെയൊക്കെ കണ്ടിട്ട്. അയ്യോ, ഇതാരാ? എൻ്റെ വൃന്ദമോളോ? ഷോ, എൻ്റെ കൊച്ചങ്ങ് വല്ലാണ്ട് മാറിപ്പോയല്ലോ. ഈ ഈശേട്ടൻ അങ്ങ് മെലിഞ്ഞു പോയല്ലോ എൻ്റെ അമ്മായി. ഭക്ഷണം ഒന്നും ഇപ്പം കഴിക്കുന്നില്ലേ? നീ അവനെ കൊണ്ടിട്ട് കുറേ നാളായില്ലേ, ചിലപ്പോൾ നിനക്ക് അതുകൊണ്ട് തോന്നുന്നതാ. എവിടെ മോളെ, അമ്മയൊന്നും വന്നില്ലേ? ഒറ്റയ്ക്കാണോ വന്നേ? നിനക്കിടയ്ക്ക് ലീവ് ഉള്ളപ്പം അങ്ങോട്ടൊക്കെ വന്നൂടെ മോളെ? ഞങ്ങൾക്ക് പിന്നെ എപ്പോഴും തിരക്കാണെങ്കിലും വെക്കാം. എപ്പോഴും അങ്ങോട്ട് ഇറങ്ങണമെന്ന് വിചാരിക്കും അമ്മായി. എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പണിയും കാര്യമൊക്കെ ആയിട്ട് അങ്ങ് മുടങ്ങിപ്പോകും. എന്നാൽ പിന്നെ അമ്മായിക്കോ ഈശ്വരേട്ടനൊക്കെ ഒരു ദിവസം ലീവ് ഉള്ളപ്പോൾ അങ്ങോട്ടൊന്ന് വന്നൂടെ? എത്രയായി നിങ്ങൾ അങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ട്? വന്ന കാലം തന്നെ അങ്ങ് മറന്നു. എന്തിയേ, ഇഷാനൊന്നും വന്നില്ലേ? എന്തായാലും ഇന്നെങ്കിലും ഒന്ന് കണ്ടല്ലോ. ഇന്ന് വീട്ടിൽ കയറാതെ നിങ്ങളെ ഞാൻ പോകാൻ വിടത്തില്ല. അയ്യോ മോളെ, ഇനി ഒരു ദിവസം ഞങ്ങൾ വിരുന്നുണ്ടാ. ഇന്ന് എങ്ങനെയാ? കണ്ടില്ലേ, സന്ധ്യയായി. ഇനി എപ്പോൾ വരാനാ? അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ഇന്ന് വന്നേ പറ്റുള്ളൂ. ബാക്കി സംസാരമൊക്കെ നമുക്ക് പിന്നെയാവാം. നിങ്ങൾ പെട്ടെന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് ഓടിവാ. ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. നമ്മൾ ഇന്ന് ഒരുമിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ഇനി അതിലൊരു എതിർപ്പും പറയണ്ട. അയ്യോ, ചോദിക്കാൻ വിട്ടുപോയി, ഇവരൊക്കെ ആരാ? അയ്യോ, മോക്ക് ഇവരെ മനസ്സിലായില്ലേ? ഇത് നമ്മുടെ പിള്ളേർ തന്നെ, സെയിനും സായിയും. പിന്നെ ഇതാ ഇവാൻ. മോക്ക് ഇവാനെ പരിചയം കാണത്തില്ല. ഇവർ രണ്ടിനും പരിചയം കാണാതെ ഇരിക്കത്തില്ലല്ലോ. പണ്ട് എപ്പോഴും വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നീ കണ്ടിട്ടുള്ളതല്ലേ ഇവരെ?
ആ എൻ്റെ എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്നു. സീനേട്ടനും സഹിയൂലേ? ഷോ, ഞാനേ അങ്ങ് മറന്നുപോയി. കുറേ കാലമായില്ലേ കണ്ടിട്ട്, അതുകൊണ്ട് ഇവരുടെ മുഖമൊക്കെ അപ്പടി അങ്ങ് മാറിപ്പോയി. അതുകൊണ്ട് മനസ്സിലാവുന്നേ ഇപ്പം ഇല്ല കേട്ടോ. സീനേട്ടൻ ഇപ്പം ഭയങ്കര സുന്ദരനായല്ലോ. എന്നാലും എൻ്റെ ഇഷേട്ടൻ്റെ അത്രയൊന്നും വരില്ല കേട്ടോ. ആ ഹായ് ഇവ, നൈസ് ടു മീറ്റ് യു. അല്ല, നമ്മുടെ സ്വയം സിയാനായിട്ടൊന്നും വന്നില്ലേ? നിങ്ങൾ ഇത്ര പേര് മാത്രമേ വന്നിട്ടുള്ളൂ? അവരൊക്കെ ഇവിടെ ഉണ്ട് മോളെ. സിയാൻ വന്നില്ല കേട്ടോ. സ്വയയും ഇഷാനും ഇഷാനിയും പിന്നെ സുകന്യാമയും ഒക്കെ ഇവിടെയുണ്ട്. നീ ഇത്ര നേരമായിട്ട് കണ്ടില്ലേ? അവരിതിലേലൂടെ നടപ്പുണ്ടായിരുന്നു. നേരത്തെ എങ്ങാനും വന്നതാ. അവരെന്നെയും ഞങ്ങളെയും കാത്ത ഇരുന്നിവിടെ മുഷിഞ്ഞ് കാണും. എന്നൊരു കാര്യം ചെയ്യും, മോൾ ഇവിടെ നിൽക്ക്, ഞങ്ങൾ പോയി തൊഴുതിട്ട് വരാവേ. ഏയ് ഇഷേട്ടാ, കണ്ടിട്ട് ഒരു പരിചയമൊന്നുമില്ലല്ലോ. എന്തു പറ്റി? എന്നോട് പിണക്കാണോ? ഏയ് അങ്ങനൊന്നുമില്ല, അതെനിക്ക് വെറുതെ തോന്നിയതാ. നിന്നെ ക്ലാസ്സൊക്കെ കഴിയാറായോ? നമുക്കേ ഇച്ചിരി കഴിഞ്ഞ് വിശദമായിട്ട് സംസാരിക്കാം. ഞങ്ങളെ നട അടയ്ക്കുന്നതിന് മുന്നേ ഒന്ന് തൊഴുതിട്ട് വരട്ടെ. താനിവിടെ നിൽക്കുമല്ലോ. ശരി, എന്നാ പോയി തൊഴുതിട്ട് വരാവേ. അത് കേൾക്കാൻ കാത്തിരുന്നത് പോലെ വെളുക്കെ ചിരിച്ചു കൊടുക്കാൻ ഒരുത്തെ. എന്നോട് പെണ്ണൊക്കെ വാങ്ങോ? പിണങ്ങാൻ മാത്രം നീ ആരാടിയാവട്ടെ? ഞങ്ങൾ മെലിഞ്ഞു പോയി. കണ്ടവ മെലിനി നോക്കി നടക്കാൻ നിനക്ക് എന്തിന്റെ കടിയാ? ഞങ്ങളുടെ ഇഷേട്ടന് അവിടെ പൊറയിക്കണ്ട, എനിക്ക് നല്ല കേറി വരുവാ. ഇവക്ക് വേണ്ടി മിക്കവാറും ഞാനൊരു ശത്രു സംസ്കാര പൂജ ചെയ്യേണ്ടി വരും. കുറേ നാൾ അങ്ങോട്ട് വരാതായപ്പോൾ വിചാരിച്ചു ഓ ശല്യം അങ്ങ് ഒഴിഞ്ഞു പോയെന്ന്. പിന്നെയും തപ്പിത്തടഞ്ഞ് കയറി വന്നിരിക്കുക. ഇച്ചിരി ഇവിടെ കഴിഞ്ഞങ്ങോട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. എന്നാൽ പിന്നെ നാശത്തെ കാണണ്ടായിരുന്നു. എന്നതാടി നീ അമ്പലത്തിന് മുന്നിൽ നീ പെറുപിറുക്കുന്നേ? നാട്ടുകാരൊക്കെ അതോ നിന്നെ തന്നെ നോക്കി നിൽക്കുന്നു. ഭ്രാന്ത് കാണിക്കാതെ ഇങ്ങോട്ട് വാവച്ചൻ. ഇങ്ങനെയാ പോക്കെങ്കിൽ എനിക്ക് ഭ്രാന്താകും. എല്ലാവരും അതിനും സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഇത് എന്തോന്ന് സൂക്കേട്? ഇത്ര നേരം കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. എങ്ങോട്ടാണാവോ ഇത് ചവിട്ടിത്തുള്ളി പോകുന്നത്. എടി നിക്ക്, ഞാനും കൂടെ വരാം. ആ വൃന്ദയെ കണ്ടപ്പോൾ തൊട്ട് ഞാൻ അവളെ ശ്രദ്ധിക്കുന്നതാ. മുഖത്തിനൊരു പ്രത്യേക മ്ലാനത, സംതിങ് ഫിഷി. സാരമില്ല, ഞാൻ പൊക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്തൊക്കെയൊക്കെയോ ഉരുണ്ടുമറിയുന്നുണ്ട്. എല്ലാം ഞാൻ വെളിയെടുക്കും. എന്താടാ കുഴപ്പം? പേടിപ്പിക്കാൻ വന്നിരിക്കുന്നു. നീ എന്തിനാണ് ഇങ്ങനെ പേടിച്ച് ബാക്കിയുള്ളവരും കൂടെ പേടിപ്പിക്കുന്നത്? വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നല്ലോ. ഇവിടെ വന്നപ്പോൾ ഒരാളെയും കാണുന്നില്ല. ഞാനിപ്പോൾ ഇങ്ങനെ തപ്പി വന്നപ്പോൾ നിന്നെ കണ്ടു. ഇവിടെ സായതിപ്പുണ്ടായിരുന്നല്ലോ. അവളോട് പോയി. दुरावह प्रणवात्मिक अधिकस्वरादुतिशारद नमोऽस्तुते श्यामाम्बरं मुखसागरं तुलसीदलम् अतिसुन्दरं कनकासुखं नारीवरं शुभ. അമ്മ, നിങ്ങൾ എത്ര നേരമായി വരാതെ ഇങ്ങനെ നിൽക്കുന്നു? ഞാനിപ്പോൾ പോയേനെ. ഞാൻ മാത്രമേ ഉള്ളൂ. ആ സ്വയം ഈശാനും സുകന്യാമയൊക്കെ വീട്ടിൽ പോയി. നമ്മുടെ വീട്ടിനപ്പുറത്തൊരു ചേട്ടൻ ഇവിടെ വണ്ടിയും കൊണ്ട് വന്നപ്പം അവർ ഉറക്കം വരുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചുമ്മാ പറഞ്ഞു എന്നാൽ അവരുടെ കൂടെ അങ്ങ് പൊക്കോളാം. കേൾക്കേണ്ട താമസം അവർ ചാടിക്കറിങ്ങ് പോയമ്മേ. ഞാനിവിടെ കട്ട പോസ്റ്റും. നിങ്ങൾ ഇത്രയും നേരം അവിടെ എന്നെ എടുക്കുമായിരുന്നു. അല്ല, എന്നിട്ട് പിന്നെ മോൾ എന്നെ പോവാഞ്ഞേ? ഇവിടെ ഇത്രയും നല്ല കളക്ഷനും വിട്ടിട്ട് വീട്ടിൽ പോയി അടയിരിക്കേണ്ടത് ആവശ്യമുണ്ടമ്മേ എനിക്ക്. 10 പേരെ സമാധാനത്തോടെ വായി നോക്കാൻ പറ്റുന്ന ഒരേ ഒരിടമാണ് അമ്പലം. അതും ഏതെങ്കിലും ആഴ്ചയിലും മാസത്തിലൊക്കെ ഞാനിങ്ങോട്ട് വരാറുള്ളൂ. അപ്പം ഞാനിവിടെ ഇരിക്കേണ്ടത് അനിവാര്യമായ കാര്യമില്ലേ മാതാശ്രീ? നന്നാവുന്നതിനെ കണ്ടാ അറിയാന്ന നിന്റെ നെറ്റി എഴുതി വെച്ചിട്ടുണ്ട് നീ നന്നാവൂലാണ്. അല്ലാതെ പ്രത്യേകിച്ചൊന്നും എനിക്ക് നിന്നോട് പറയാനില്ല. അതാ എൻ്റെ പറഞ്ഞത് കറക്റ്റ്.
തെറ്റാണ്, പ്രത്യേകിച്ച് ഇവളെ കാര്യത്തിൽ. അയ്യോ, എന്നാടാ ഇവാനെ കൊച്ചിന് പറ്റിയത്? ഇവനെന്താ നീ എടുത്തോണ്ട് വരുന്നേ? ഏയ് പേടിക്കാനൊന്നുമില്ല. അവിടെ 2 പെമ്പിള്ളാരെ വായി നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നേ. ഇവളുമാർ ഇവനെ ശ്രദ്ധിക്കുന്നു എന്നായപ്പേ കുറച്ച് പട്ടി ഷോ കാണിക്കാൻ പോയതാ. അവിടെ കിടന്നൊരു കല്ല് തട്ടി സ്റ്റെപ്പിൽ കൂടെ അങ്ങ് താഴോട്ട് വീണുപോയി. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. നീ എന്തിനാടാ ഈ കൊച്ചിനെടുത്തേ? നിന്നെ കൊണ്ടാവോ ഇനി ഇവനെയൊക്കെ ചുമക്കാൻ? ഈശൻ എന്തിയേ? അവൻ എടുത്തോളൂ. മിക്കവാറും ഈശനേട്ടനെ എടുക്കാൻ വേറെ ആരെങ്കിലും പോകേണ്ടി വരും. 2 കൂടി അവിടെ നിന്ന് വായി നോക്കുമായിരുന്നു. ഇവൻ വീണെന്ന് കരുതി ഈശനേട്ടൻ്റെ വായി നോക്കുന്നതും കഴിഞ്ഞിട്ടില്ല. ഇപ്പം അവിടെ നിൽക്കുന്ന ആ പെമ്പിളാരോട് നല്ല ജോറ സംസാരത്തിലാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാനിവനെ എടുത്തിട്ടങ്ങ് പോരുന്നത്. അല്ല ഇവനെ ആരെങ്കിലും എടുക്കാൻ നിൽക്കുമോ? വായി നോക്കാനോ? ഈശനേട്ടനോ? അല്ല, ഈശനേട്ടൻ്റെ സ്വഭാവം വെച്ച് അങ്ങനെ വായി നോക്കാൻ പോലോ പെമ്പിളാരോട് സംസാരമൊന്നുമില്ലല്ലോ. അപ്പം കേട്ടപ്പോൾ ഞാൻ ഞെട്ടി. നിങ്ങൾക്ക് ഞെട്ടണമെന്ന് തോന്നില്ലേ?